വളരെ ശാന്തമായ പ്രദേശം. കിളികൾ മാത്രമുണ്ട് ഇവിടെ. കിളികൾ പെറുകുന്നതാണ്. അപ്പോൾ നമ്മൾ ഈജിപ്ഷ്യൻ നൈറ്റ്ജാറുള്ള സ്ഥലത്തെത്തിയിരിക്കുകയാണ്. അവിടെയാണ് സ്ഥലം. പറയാൻ മുന്നേ ക്യാമറയൊക്കെ റെഡിയാകട്ടെ. ക്യാമറയൊക്കെ റെഡിയാക്കി നമ്മളിപ്പോൾ ആ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നമ്മൾ സെറ്റിങ്സ് എല്ലാം റെഡിയാക്കിയിട്ട് അവിടെ കുറച്ച് വേറെ ബേഡ്സ് ഇരിപ്പുണ്ട് അവിടെ വെള്ളത്തിനകത്ത്. അപ്പോൾ അതിൻ്റെ ഫ്ലൈറ്റ് ഷോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങോട്ട് പോവാം. ഓക്കെ. അത് നമ്മളിങ്ങനെ വാച്ച് ചെയ്യണം. ഓട്ടെ,
അപ്പുറത്തിരിപ്പുണ്ട്. ഇവിടെ നിന്നെല്ലാം പറഞ്ഞ് അപ്പുറത്തോട്ട് പോയി നോക്കട്ടെ. നേരത്തെ ഒരുപാട് ഞാൻ ചിത്രങ്ങൾ എടുത്തതിൻ്റെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ ബാക്കിലിട്ട് കിട്ടും, കണ്ടില്ലയോ? അപ്പോൾ ഇത് ഇവിടുന്ന് ഇങ്ങനെ പറക്കുമ്പോൾ എൻ്റെ ബാക്കിലിട്ട് കിട്ടാൻ നല്ല സാധ്യത. അവിടെ ഇരിപ്പുണ്ട് റോഡിലിരിപ്പുണ്ട്. അത് പറന്നുപോയി. ഇങ്ങനെയാണ് ഇതിൻ്റെ ചിത്രങ്ങൾ എടുക്കുന്നത്. കാര്യം വെച്ചാൽ ഇത് തറയിലാണ് ഇരിക്കുന്നത്, മണ്ണിനകത്താണ് ഇരിക്കുന്നത്. അപ്പം ആണ് പറന്നു പോകുന്നതാണ് അതുകൊണ്ടാണ് പറന്നു പോകുന്നുണ്ട്. ഹൈ ലെവലിൽ തന്നെ എൻ്റെ ചിത്രങ്ങൾ എടുത്തതിന് ഒരു വാവ് എഫക്റ്റ് വരത്തുള്ളൂ. അപ്പം ഈ മണ്ണിനകത്തൂടെ ഇച്ചിരി പാടാണ് എങ്കിലും ഓക്കെ, നല്ല ചിത്രങ്ങൾ കിട്ടും. എനിക്ക് മനസ്സിലായ കാര്യം, ഈ ബേർഡ് നല്ല ഫ്രണ്ട്ലിയാണ്. നമ്മൾ എത്ര അടുത്ത് ചെന്നാലും ഇതിങ്ങനെ എന്താ പറയുന്നത്, ഒരു പരിധി വരെയൊക്കെ അതിങ്ങനെ ഇരിക്കുന്ന കാണാം. പിന്നെ നമ്മൾ ഈ പെട്ടെന്ന് നടന്ന് ചെല്ലുമ്പം ഇതിങ്ങനെ നമ്മൾ കാണുന്നില്ല, നമ്മൾ കാണാത്തപ്പോൾ പെട്ടെന്ന് അടുത്ത് ചെല്ലുമ്പോൾ ഇത് പേടിച്ച് പറന്നു പോകുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ നമുക്ക് ദൂരെ നിന്ന് ഷൂട്ട് ചെയ്യാനുള്ളൂ. പക്ഷേങ്കിൽ ഈ ഒരു പക്ഷിയുടെ കാര്യത്തിൽ നമുക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോഴൊക്കെ ആയിരിക്കും പെട്ടെന്ന് താഴെ നിന്നൊക്കെ പറന്നു പോകുന്നത്. ഈ ഒരു സ്ഥലം കണ്ടില്ലേ, ഒറ്റപ്പെട്ട പ്രദേശം, ഇവിടെ ആരുമില്ല. ഈ ഒരു സ്ഥലം കാണിച്ചു തന്നത് ഇവിടെ എൻ്റെ ഒരു സൗദി സുഹൃത്താണ്.
കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ഇവിടെ ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട് ഒരു അഹമ്മദ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വന്നപ്പം വഴി വെച്ച് ഞങ്ങളൊന്ന് നിർത്തി, കാർ നിർത്തിയപ്പോഴാണ് ഈ സൗദി സുഹൃത്തിനെ കണ്ടത്. അപ്പോൾ ആൾ പറഞ്ഞു ഈജിപ്ഷ്യൻ നൈറ്റ് ജാറിൻ്റെ ഒരു സ്ഥലമുണ്ട്, കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളിവിടെ ഒന്ന് കാണിച്ചത്. അന്ന് ഞങ്ങൾ ഒരുപാട് ചിത്രങ്ങളെടുത്തു. 8 മാസമായെന്ന് തോന്നി. അപ്പം അതിനുശേഷം ഇപ്പം ഇവിടെ ഇപ്പോൾ ഉണ്ട് ബേഡ്. അപ്പം ഞാൻ ഇന്നലെ ആ സൗദി സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഈ ചൂട് സമയത്തൊക്കെയാണ് ഇതിവിടെ കാണുന്നത്. അത് ഓഗസ്റ്റ് എൻഡ് വരെ ഇവിടെ കാണും. അത് കഴിഞ്ഞത് പോകുമെന്നാണ് പറഞ്ഞു. ഓഗസ്റ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇവിടെ ക്ലൈമറ്റ് മാറും. ക്ലൈമറ്റ് മാറി കഴിയുമ്പോൾ പിന്നെ ചെറുതായിട്ടൊക്കെ നല്ല ക്ലൈമറ്റ് ആവും. പിന്നെ തണുപ്പ് വരും. തണുപ്പ് വന്നതിന് ശേഷം വിദേശത്തു നിന്നൊക്കെ ഒരുപാട് ബേഡ്സ് ഇവിടെ വരും. അപ്പം ഓരോ സീസണിൽ ഓരോ ടൈപ്പ് കിളികളാണ്. ഇപ്പം ഇവിടെ ഉള്ളത് ഈജിപ്ഷ്യൻ നൈറ്റ് ജാറാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് കൂടുതൽ കാണാം. നല്ല ചൂടുണ്ട്, വെയിലുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. നല്ല ചൂടാണ് ഇവിടെ. പക്ഷേ ഞാൻ രാവിലെ ഒന്നും ഫോട്ടോ എടുക്കാൻ ഇറങ്ങും. കാര്യം വെച്ചാൽ ഇതുപോലുള്ള അവസരങ്ങൾ നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ലല്ലോ. കാര്യം വെച്ചാൽ ഇപ്പം തന്നെ ഈ ഒരു കാലാവസ്ഥയിലാണ് ഈ ഒരു ബേഡിനെ നമുക്ക് കിട്ടുന്നത്. അല്ല തണുപ്പ് സമയങ്ങൾ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഈ സമയത്ത് ഇറങ്ങിയാലേ പറ്റൂ. ഇന്നത്തെ ഷൂട്ടിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ പോകുന്ന സ്ഥലങ്ങളിലെയും ഞാൻ പലപ്പോഴും ചിത്രങ്ങളെടുക്കുകയും ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിൽ എന്താണ് ബിഹൈൻഡ് ദ സ്റ്റോറി, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ റിയൽ സ്റ്റോറി എന്നുള്ളത് ആർക്കും അറിയത്തില്ല. അപ്പം അതുകൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചിലപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. പുതുമകളുള്ള പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം.